എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞങ്ങൾ വൈകിട്ട് മീൻ പിടിക്കാനായിട്ട് ആലപ്പുഴ തോട്ടിൻ്റെ അടുത്തുള്ള അവിടെയാണ് പോകുന്നത്. അപ്പോൾ വൈകിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ ആയിരുന്നു. ഇവിടെ ഞങ്ങളുടെ ഈ മരത്തിൽ നിന്ന് കുറേ ഞാനുണ്ട്, അമ്മയുണ്ട്, പിന്നെ ചേട്ടനുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും വേണ്ടിയിട്ടുള്ള വടികളൊക്കെ ഞങ്ങൾ സെറ്റാക്കി വെച്ചു. അത് വഴിയൊക്കെ കാണിച്ചു കേട്ടോ. ഇത് 2 എണ്ണമാണ്. ഇതാണ് എനിക്ക് പറ്റിയ കമ്പ്. എല്ലാത്തിനും കടി ചെറുതായിപ്പോയി. ഞാൻ വിചാരിച്ചു എൻ്റെ ആയിരിക്കും വലുതെന്ന് ഗൈസ്, പക്ഷേ എൻ്റെ ചെറുതായിപ്പോയി. അങ്ങനെ ഞങ്ങളിന്ന് വൈകിട്ട് പോകുന്നുണ്ട്. അപ്പം ഫുഡൊക്കെ റെഡി ആക്കണം അല്ലേ? പിന്നെ അത് മാത്രമല്ല, ഇത് ഉണക്കാൻ വെക്കണം. കുറച്ചും കൂടി ഉള്ളു. അപ്പോൾ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഉണങ്ങട്ടെ. അപ്പോഴത്തേക്ക് നമുക്കിനി അടുത്ത സംഭവം സെറ്റാക്കണം, ഫുഡ് സെറ്റാക്കണം. അപ്പോൾ നമുക്ക് ഫുഡ് സെറ്റാക്കിയിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഇത് നമ്മളുടെ ഫിഷിൻ്റെ ഫുഡില്ലേ, അതാണിത്. അപ്പം അത് നമ്മൾ എടുത്തിട്ട് നമ്മൾ ഗോതമ്പിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട്, അപ്പം മീനിന് പെട്ടെന്ന് അട്രാക്ഷൻ കിട്ടുന്നതായിട്ട് സ്മെല്ല്. അപ്പം ഗോതമ്പിൻ്റെ കൂടെ മിക്സ് ചെയ്യും. പിന്നെ അതാണ് നമ്മൾ പിടിക്കാൻ പോകുന്നത്. ഞാൻ പിന്നെ വേറൊരു വെറൈറ്റി ആയിട്ട് നമ്മളെ മറ്റേ ചെമ്മീൻ അതിട്ട് പിടിക്കും. അപ്പോൾ ഗൈസ്, വൈകിട്ട് എന്തായാലും ഞങ്ങൾ പോകുന്നുണ്ട്. ഞാനുണ്ട്, അമ്മയുണ്ട്. അമ്മയാണ് പറഞ്ഞാൽ ഞാനും കൂടി വരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ചേട്ടൻ വേറെ ഏതോ കൂട്ടുകാരനും കൂടി ഉണ്ട്. മീനിന് വേണ്ടിയിട്ടുള്ള മാവ് നമ്മൾ സെറ്റാക്കുകയാണ്. കുറച്ചൊക്കെ കട്ടിയൊക്കെ വേണം, ഒരുപാട് ലൂസാവാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് മാവ് കുഴയ്ക്കുകയാണ്. നമ്മൾ മീനിൻ്റെ ഫുഡ് ഇട്ടെന്ന് വെച്ചാൽ അതിന് കുറച്ച് അട്രാക്റ്റ് ചെയ്യാനായിട്ടാണ്, ആ ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മീനിൻ്റെ ഫുഡും കൂടി ഇട്ട് കൊടുത്തത്. നമ്മളിവിടെ കാർപ്പിൻ്റെ ഫുഡായിട്ടോ എടുത്തത്. അപ്പം അത് കുറച്ച് കുതിർത്തിട്ടാണ് നമ്മളിപ്പോൾ മാവ് കുഴയ്ക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മളുടെ ഗോതമ്പിൻ്റെ ഫുഡൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. എല്ലാം കുഴച്ച് വെച്ചത് കുറച്ച് ലൂസല്ലേ, ഇച്ചിരി വെള്ളം കൂടി പോയെന്നുള്ളൂ. കുഴപ്പമില്ല, ഇതൊക്കെ സെറ്റായിട്ടുണ്ട്. നമുക്ക് വൈകിട്ട് എന്തായാലും നമുക്ക് വൈകിട്ട് പോയാൽ മാത്രം മതി. അപ്പം ഫുഡൊക്കെ കഴിച്ച് വൈകിട്ട് കാണാം. ഓക്കെ, ബൈ. അപ്പോൾ ഗായ്സ്, ഞാനും അമ്മയും കൂടി ഇറങ്ങിയിട്ടുണ്ട്. അമ്പാടിനെ നേരത്തെ അങ്ങോട്ട് തന്നെ പോയി. ഇവിടെ ഞങ്ങൾ അതിനുള്ള കൊടുക്കാനുള്ള ഫുഡും പിന്നെ വെള്ളമൊക്കെ, മീൻ ചൂണ്ടയിടാനുള്ള ആ ഒരു ഗോതമ്പ് ഇതില്ലേ, അതും പിന്നെ ഞങ്ങൾക്ക് കുടിക്കാനുള്ള ഒരു ബോട്ടിൽ വെള്ളം. പിന്നെ അമ്മ കുറെ എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഷോള്. അവിടെ കാണാൻ വെയിലുണ്ടെങ്കിൽ തലമൂടി ഇടുകയല്ലോ, അതുവേണ്ടി കറുത്തു പോയാലും അതിനുവേണ്ടി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ എന്തായാലും എത്തിയിട്ട് അവിടെ കാണിക്കുന്നതായിരിക്കും ഗൈസ്. നമ്മളപ്പോൾ നമ്മുടെ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ സ്പോട്ട്. നല്ല വെയിലാണ്. ഇപ്പം തന്നെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ അമ്മയ്ക്ക് നീന്താൻ അറിയില്ലാന്ന്. ഇവിടെ നല്ല വെയിലുണ്ട്. പിന്നെ അവിടെ കൂനാലുണ്ടായോണ്ട് കെട്ടി വെച്ചിരിക്കുന്നേ. നീ നേരെ പിടിച്ചേ, നേരെ കമ്പിയിലല്ലേ. അത് നോക്കി, ഈ ഒരു ചെറിയ ഒരു റോപ്പിനകത്ത് അവര് ചെയ്യുന്നു. അത് വല്ലതും വിട്ടു പോയാൽ അവനങ്ങ് ഒഴുകി പോകും. അപ്പൊ നമ്മള് ചൂണ്ട എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്ന് അറിയത്തില്ല, കാരണം അമ്മയുടെ ഈ വർത്തമാനം. ഇവിടെ നല്ല വെയിൽ. ഇവിടെ അപ്പുറത്തുള്ള തെറ്റ് സ്ഥലമായിരുന്നതോ, അത്രയും തെറ്റ് സ്ഥലം. നോക്ക്, അത്രയും മരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ തണലത്തിരുന്നിടായിരുന്നു. കിട്ടുമോ നോക്കാം. കുറച്ചും കൂടി ചൂടാണെങ്കിൽ നമുക്ക് അപ്പുറം പോകും. ഓക്കെ, എൻ്റെ ചൂണ്ട ഇത് ക്യാമറ എവിടെയെങ്കിലും വെക്കണമല്ലോ അല്ലേ? ഒഴുക്കുണ്ടെന്ന് തോന്നില്ലേ? ഞാൻ എങ്ങനെ പിടിക്കും? ഇതൊന്ന് സെറ്റ് ചെയ്യണം. അവിടെ പോയി ഇരിക്കുന്നു അങ്ങോട്ട്. അമ്മ അവിടെ ഇരിക്കുക. അവിടെ നീന്താൻ പോലും ആരുമില്ല. ആരും കാണുന്നില്ല. അവിടെ 2 ചേട്ടന്മാർ. നമ്മൾ അമ്മ ഇതൊക്കെ അയച്ചിട്ടുണ്ട്. ഇനി എനിക്കും കൂടി ഇതൊക്കെ അരിക്കണം. ഇത്രയും കൂടി ഉള്ളു കേട്ടോ. നമ്മളുടെ ചൂണ്ട റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇട്ടാൽ മാത്രം മതി ഗൈസ്. ഞാൻ കൊളുത്തിൻ്റെ അകത്ത് ഇട്ട കേട്ടോ, ബട്ട് അത് വെള്ളത്തിൽ തന്നെ പോയി. ഞാൻ ഇട്ടത് ശരിയായില്ല.
നമ്മൾ മീനുള്ളത് മീനെ കിട്ടത്തില്ല ഈ ടൈമിലല്ല പിടിക്കേണ്ടത്. പറഞ്ഞാ ആരുടെ അമ്മയല്ലേ പറഞ്ഞ വെയില് വെയിലാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇട്ടിട്ടുണ്ട്, കിട്ടുമോ അറിയില്ല. അമ്പാണ് അവിടെയൊക്കെ പോയാണ് ഇട്ടിരിക്കുന്നത്. കിട്ടുമോന്ന് അറിയില്ല. പിടിച്ചോ കൊച്ച് ഒരുപാടൊന്ന് ഫ്രണ്ടിലോട്ട് നിൽക്കില്ല മോളെ. കൊറേ നോക്കി കേട്ടോ, പക്ഷെ കിട്ടുന്നൊന്നുമില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ മാവ് അലിഞ്ഞു പോവുകയാണ്. അലിഞ്ഞു പോകുന്നതേ ഉള്ളൂ, ബട്ട് ഒന്നും കിട്ടുന്നില്ല. എൻ്റെ പൊന്നു ഗൈസ്, ഭയങ്കര ഉറുമ്പ്. എൻ്റെ ഷാള് മൊത്തം ഉറുമ്പ് കേട്ടോ, ഒടുക്കത്തുറുമ്പ്. അവിടെ ഉടുക്കത്തുറുമ്പ്. എന്റെ പൊന്നീ കവറിലൊക്കെ ഓടുന്നു. മീനാണ് കിട്ടുന്നുമില്ല. മീനാണ് കിട്ടുന്നുമില്ല. അങ്ങോട്ട് ഒഴുക്കുണ്ട് നല്ല രീതി. ഇവിടെ മീൻ നമുക്ക് അപ്പുറം സൈഡിൽ പോയി നോക്കാം അല്ലേ അമ്മ? അല്ലേ? ഒന്നും കിട്ടിയില്ല, എനിക്കൊന്നും കിട്ടിയില്ല. ഞാൻ ദേ കെറുവാടിച്ച് ഇവിടെ ഇരിക്കുക. വയ്യ. ഒന്നാമത്തെ കാര്യം ഫുഡ് അത് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോവാം. ഒന്നും കിട്ടുന്നില്ല. അതെ അല്ലീമയൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് മീനൊന്നും കിട്ടിയതൊന്നുമില്ല. അതിന് പകരം നമ്മൾ ഒരു ദിവസം ബോട്ടിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ ബോട്ടിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ഇടുമ്പോൾ അവിടെ കുറേ മീൻ, ഞങ്ങൾ കഴിഞ്ഞോട്ട് പോയപ്പോൾ കുറേ മീൻ കിട്ടിയായിരുന്നു. പക്ഷെ അത് എന്താണ് മഞ്ഞക്കൂരി എന്ന് പറഞ്ഞ മീനല്ലേ അമ്മ? അമ്മയില്ലായിരുന്നു. മഞ്ഞക്കൂരി എന്ന് പറഞ്ഞൊരു മീനുണ്ടായിരുന്നു. അത് ഞങ്ങൾ 12 പിടിച്ചു. സത്യപ്പെട്ടു, തള്ളല്ലോ കേട്ടോ, സത്യപ്പെട്ടു. 12 പിടിച്ച് അങ്ങനെ അടുത്ത വട്ടം കൊണ്ടുപോകാന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നില്ല. കാരണം ഫുഡ് പെട്ടെന്ന് ഇവിടുന്ന് കൊത്തിക്കൊണ്ട്, നമ്മൾ വലിക്കുമ്പോഴത്തേക്ക് കൊത്തിക്കൊണ്ട് പോവുക. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് എന്തായാലും ചുമ്മാ പോകുന്നില്ല. ഇവിടുന്ന് കുറേ മഞ്ചാടി ഇട്ട് കേട്ടോ. അപ്പോൾ മഞ്ചാടി അമ്മ അതെ കകതൂല് നല്ല നോക്കി എടുക്കാവേ. ആരും മേളിൽ നിന്ന് സിറ്റ് ചെയ്ത് ഇവിടെ ഇടരുത്. തലയ്ക്കകത്തല്ലോ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ആക്കിയിട്ട് ചെവിയിൽ ഇട്ടിട്ട് നല്ല സുഖമാണ്. നമുക്ക് മഞ്ചാടി പറക്കാം. കണ്ട ഇവിടെ കുറേ മഞ്ചാടി ഉണ്ട്. ഇവിടെ ഉണ്ട്. പിന്നെ എവിടെയാണ് മഞ്ചാടി? എവിടെ? മഞ്ചാടി എത്ര എണ്ണം കിട്ടിയമ്മ കാണിച്ച്? ഇപ്പൊ തുടങ്ങിയുള്ളൂ. എത്ര കിട്ടിയുള്ളൂ? ഇനിയും ഉണ്ട് കേട്ടാ. ഇവിടെ പണ്ട് ഞാൻ മഞ്ചാടി ഉണ്ടല്ലോ, പണ്ട് ഞാൻ മഞ്ചാടി ഒരു മൂക്കിനകത്ത് വലിച്ചേറ്റാ. അന്ന് എനിക്ക് എത്ര വയസ്സമ്മ? എനിക്ക് ഓർമ്മയില്ല. ഞങ്ങള് കുഞ്ഞിലെ എഴഞ്ഞൊക്കെ കളിക്കുന്ന പറയാം. ഞാനുണ്ടല്ലോ ഈ പണ്ട് ഈ കണ്ണിൻ്റെ ഇവിടെ ആയിട്ട് വലിയൊരു അരിമ്പാറ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ എന്തോ ഇല്ല പാലുണ്ണി എന്നൊക്കെ പറയത്തില്ലേ, അതിൻ്റെ വലുതിൻ്റെ കണ്ണിലുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു, മങ്ങാട്, ഒരു അപ്പൂപ്പൻ നട. ആ അപ്പൂപ്പൻ നടയിൽ ഈ മഞ്ചാടി കൊണ്ട് അവിടെ ഇങ്ങനെ നമ്മളൊരു നേർച്ചയായിട്ട് കൊടുത്താൽ നമുക്ക് ഈ കണ്ണിൻ്റെ ഇത് പോകുന്നു. സത്യം പറയാമല്ലോ, പറയുന്ന എന്താ ഞാൻ തള്ളു പറയാമെന്ന് വിചാരിക്കരുത്. ഇത് ഞാനൊരു കൈ നിറച്ച് എവിടുന്നൊക്കെ ഒപ്പിച്ച് കൊണ്ടവിടെ ഇട്ട് വീട്ടില് അമ്മയും അച്ഛനോ ആരും അറിഞ്ഞില്ല. ഞാൻ കുളിച്ചൊരുങ്ങിപ്പോയി ഒരു 5-ലൊക്കെ പഠിക്കുമ്പോഴാണ് കൊണ്ടുപോയിട്ട് ഒരാഴ്ച പോലും എടുത്തില്ല. എൻ്റെ കണ്ണിൻ്റെ ആ ഒരു കണ്ടൂരി പോയി. അപ്പം എൻ്റെ ഈ കഴുത്തിൻ്റെ ഈ സൈഡിലൊക്കെ ആയിട്ട് ചെറിയ കുഞ്ഞു പാലുണ്ണി പോലെ വരുന്നു. അപ്പം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത് കണക്ക് അവിടെ കൊണ്ടിടാൻ. അപ്പോഴാണ് പെട്ടെന്ന് നമ്മൾ മഞ്ചാടി കണ്ടത്. പിന്നെ വെറും കൈയോടെ നമ്മൾ പോത്തില്ല, ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ നുള്ളി പറക്കും. പിന്നെ നമ്മൾ കാക്കതൂര് വന്നപ്പോഴേ ഞങ്ങൾ കണ്ടായിരുന്നു. കിടക്കുന്നുണ്ട് മഞ്ചാടി. അപ്പോൾ ഈ അരിമ്പാറയൊക്കെ ഉള്ളവർക്കുണ്ടല്ലോ മഞ്ചാടി, എന്തായാലും എവിടെയെങ്കിലുമൊക്കെ മഞ്ചാടിയൊക്കെ കാണും. മഞ്ചാടി ഉള്ള സ്ഥലത്ത് പോയി നിങ്ങൾ മഞ്ചാടി പറക്കും. ഒരുപാട് കേട്ടോ, ഒരുപാടുണ്ട്. ഭയങ്കര വിഷമമായി ഞങ്ങൾക്ക്. വന്നിട്ടാണെങ്കിൽ മീനൊന്നും എടുക്കാൻ വയ്യാത്ത ഒരു വിഷമമായിരുന്നു അല്ലേ അമ്മ? ഇപ്പോൾ എത്ര ഇതിനും വേണ്ടി മഞ്ചാടി ഇതൊക്കെ ഇത് ഇത് ഏതാ അമ്മ? എങ്ങനെയാ അമ്മ മഞ്ചാടി വരുന്നത്? ഇവിടെ എവിടെയെങ്കിലും മഞ്ചാടി
മഞ്ചാടി ഉണ്ടാ? മഞ്ചാടി മരം ഇവിടെയൊക്കെ ഉണ്ടല്ലോ. മറ്റേ കാക്കയുണ്ട്, നീർക്കാക്ക എന്ന് പറഞ്ഞ കാക്ക. അത് ഫുള്ള് ഇവിടെ മൊത്തം അപ്പിയിട്ട് വെച്ചിരിക്കുകയാണ്. നമ്മളെപ്പോഴും ഇവിടെ വരുമ്പോൾ ആലോചിക്കും, ദൈവമേ ഇവ നമ്മുടെ തലയ്ക്കകത്തൊന്നും വീഴല്ലേ. ഒരു സമയത്ത് എനിക്ക് നീർക്കാക്ക വന്നിട്ടുണ്ട്. എന്തോന്നാ ഒരു സമയത്ത് ഞാനും പപ്പയും കൂടി പോകാൻ നേരം നീർക്കാക്ക വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിനി ഇവിടുന്ന് എടുക്കാൻ പോവാണ്. നമുക്ക് പോവാം ഗൈസ്. എടുക്കാൻ പോവാമ്മ. ഗൈസ് നമ്മൾ പോവാണ്. നമുക്ക് ഇല്ല വഴി കയറിയാണ് നമ്മൾ പോകണത്. ആരും കണ്ടിട്ടൊന്നുമില്ല. നമ്മൾ ഇവിടുന്ന് പരാജയപ്പെട്ട് വീഴുന്നില്ല. നമ്മൾ ആദ്യം അവിടെ പോകും, അതിനുശേഷം അവിടെ കിട്ടാത്തതുകൊണ്ട് അവിടുന്നാണ് മീൻ കൊത്തുന്ന പോലും ഇല്ല. അവിടെ നിന്ന് വെറുതെ മീൻ പൊക്കോണ്ടിരിക്കുമായിരുന്നു, അല്ല ഫുഡ് അലിഞ്ഞ് പൊക്കോണ്ടിരിക്കുമായിരുന്നു. ഇവിടെ മീൻ നമുക്കെല്ലാം എടുത്തോണ്ട് പോയി. അതുകൊണ്ട് അവിടെ ആരും കാണുന്നൊന്നുമില്ല കേട്ടോ പരാജയപ്പെട്ടത്. നമുക്ക് ബോട്ടിൻ്റെ അടുത്ത് പോകുമ്പോൾ പൊളിയായിട്ട് കിട്ടും. അവിടെ സൂപ്പർ, അവിടെ മഞ്ഞക്കൂരിയൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം ഗൈസ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് ഇത്തവണ മീനൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇനി ഈ വൈൻഡപ്പ് ചെയ്യാണ് ഞാൻ ഈ വീഡിയോ. ഇനി അടുത്ത പപ്പ എന്തായാലും ബോട്ടിൽ കൊണ്ടുപോയി ചൂണ്ടയിടിപ്പിക്കാന്ന് പറഞ്ഞു. ഇനി അപ്പം നോക്കാം. അപ്പം ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അപ്പം ലവ് യു ഓൾ, ബൈ.